കണ്ടോ, പറന്നു പോകുന്ന പൊടി. ഇതാണ് PVC പൈപ്പായിട്ട് മാറുന്നത്. ഇനി നിങ്ങൾക്ക് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വീഡിയോയിലോട്ട് പോരെ, നമുക്ക് കണ്ടു മനസ്സിലാക്കാം. ഹായ്, ടിപ്സ് ആൻഡ് ട്രിപ്സ് മീഡിയ വണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ണൂരാണുള്ളത്. കണ്ണൂർ എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PVC പൈപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കണമെന്ന് കുറേ നാളത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അപ്പം നമ്മൾ ഓരോ PVC പൈപ്പ് എങ്ങനെയാണ് ഒരു പൈപ്പായി മാറുന്നതെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ദാണ്ടെ നേരെ നോക്കി ബാൽക്കോ എന്ന് പറഞ്ഞ കമ്പനി കണ്ണൂരുള്ള പിന്നീട് ഫാക്ടറിയിലാണ് വന്നേക്കുന്നത്. നമുക്ക് ഇവിടുന്ന് നേരെ അകത്തോട്ട് കയറി വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഓരോരോ മെത്തേഡ് എങ്ങനെയാണ്, ഓരോ പ്രോസസ്സിങ് ആണല്ലോ പൈപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതനുസരിച്ച് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതുവരെ നമ്മൾ ഈ പൈപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഈ പൈപ്പിനെ പറ്റി ഒന്നും ആരും ഇതുവരെ കണ്ട് അല്ലെങ്കിൽ ആരും ആ വീഡിയോ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം ഒരു പൊടി, അതായത് ഒരു പൊടിയിൽ നിന്നാണ് പൈപ്പ് ഉണ്ടാവുന്നത്. അപ്പം നമ്മളിവിടെ കയറി വന്നപ്പോൾ തൊട്ട് തന്നെ എൻ്റെ കണ്ണ് വന്നത് ഈ പൈപ്പ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ എന്ത് മനോഹരമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. നല്ല അച്ചടക്കത്തോടെ പൈപ്പ് ഒരു കസ്റ്റമറിന് നമ്മൾ ഈ പൈപ്പ് കൊടുക്കുമ്പം ആ പൈപ്പിനകത്ത് ഒരു പൊട്ടലോ ചതവോ ക്വാളിറ്റി കുറവോ ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റും ഈ പൈപ്പിനകത്ത് എത്രത്തോളം അവരിവിടെ ശ്രദ്ധിച്ചാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. ഈ ഒരു പൈപ്പ് ഇത് ഇങ്ങനെ ആയി വരുന്നു എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പൊ ഇത് എങ്ങനെ ആയി വരുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഫാക്ടറിക്കുള്ളിലേക്ക് പോവാം. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. എൻ്റെ പേര് സച്ചിൻ. എങ്ങനെ പേരെങ്ങനെ? ദീപൻ. അപ്പൊ നമുക്ക് ഈ പൈപ്പ് ഉണ്ടാക്കുന്നത്, ആ പൊടിയിൽ നിന്ന് എങ്ങനെയാണ് പൈപ്പ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് ഓരോ പ്രോസസ്സിങ്, ഓരോ എങ്ങനെ എവിടെ തൊട്ട് തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു തരണേ. അത് പറഞ്ഞു. അപ്പൊ നമുക്ക് നേരെ പോയാലോ. അപ്പൊ നമ്മൾ കണ്ട ആ പൗഡർ ഉണ്ടല്ലോ, ആ പൗഡർ തൊട്ട് അത് എങ്ങനെയാണ് ആ പൗഡറും പിന്നെ നമ്മുടെ ഒരു 5 കെമിക്കൽ കൂടി വരുന്നുണ്ട് എക്സ്ട്രാ. അതിന്റെ കൂടെ എന്തൊക്കെയാണ്? അത് വാക്സ് ഉണ്ട്, സ്റ്റെബിലൈസർ, കാൽസ്യം ഉണ്ട്, വാക്സ്, ടൈറ്റാനിയം വരുന്നുണ്ട്, കാൽസ്യം വരുന്നുണ്ട്, ഗ്യാസ്. ഇത് ഇത്രയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് 115 ഡിഗ്രി ടെമ്പറേച്ചറിൽ മിക്സ് ചെയ്തെടുത്താണ്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ആവുമോ? ഇതിപ്പോ ഇത് മിക്സ് ചെയ്ത് കൂൾ ചെയ്യണം. ഒരു 40 ഡിഗ്രി കൂൾ. അല്ല, ഇതിപ്പോ എനിക്ക് മനസ്സിലാവാത്ത ഈ പൊടി എങ്ങനെ പൈപ്പിന്റെ രൂപത്തിലായി മാറുന്നു? അത് നമ്മൾ എക്സ്ട്രൂഡർ വഴി അതാ പറഞ്ഞത്. അതാണ് എനിക്ക് സംശയം. അതായത് ഈ കിടക്കുന്ന പൊടി ഇതൊരു പൈപ്പായി മാറണമെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമുക്ക് ആൾക്കാർക്ക് അറിയാത്ത ഒരു കാര്യം അത് തന്നെയാണ്. അപ്പുറത്തേക്ക് അതെ, ഇവിടുന്ന് പൊടി ഇവിടുന്ന് വലിച്ചെടുക്കണം. ഈ പൈപ്പ് വഴി അതായത് ഈ പൈപ്പ് വഴിയാണ് ഇതിലേക്ക് വലിച്ചത്. അതിലൊരു സെൻസർ ഉണ്ട്. അവര് ലിമിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് പൊടി ഇറങ്ങുന്നതനുസരിച്ച് വലിച്ചെടുത്തോണ്ടിരിക്കും. ഇതുവഴി വലിച്ചെടുത്തോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ പൊടി ഇതിനകത്ത് വലിച്ചെടുക്കുന്ന സമയത്ത് ഇതെന്താ ഹീറ്റ് ആവുക? ഹീറ്റ് ആവും. ഇത് ഹീറ്റായി ഇതിനകത്ത് ഉദിക്കുകയാണോ? ഹീറ്റായി മെൽറ്റ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി പൈപ്പിലേക്ക് ഇവിടെ വരും. അപ്പൊ അതാണ്ട് ഈ ഇതേപോലെ ഇപ്പൊ ഇറങ്ങുന്നതാണ് ഇതല്ലേ? എന്നിട്ട് ഇത് എന്താണ്? ഇത് പൈപ്പിന്റെ സൈസ് ഇത് ഓൾറെഡി ഹീറ്റ് ആണല്ലോ. ഹീറ്റാണ്. അതെ. എന്നിട്ട് ഇതിനകത്തേക്ക് ഇതെന്താണ് ടാങ്ക് എന്ന് പറയും. ഇതിനകത്ത് കൂൾ ചെയ്യുന്നത് എന്താണ്? അതിന്റെ ഒരു എന്തിനാണ് അതങ്ങനെ കൂൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന പൈപ്പ് ഇത് ഫോമായി വരുമല്ലോ, പേസ്റ്റ് രൂപത്തിൽ വരുന്നില്ല. അത് അപ്പൊ ഇതിനകത്ത് ഇപ്പം ഒരു ട്യൂബ് പോലെ ഇങ്ങനെ അറ്റം വരെ
ഹീറ്റ് ചെയ്യുന്ന കൂളാക്കിക്കൊണ്ട് വരും. കൂളാക്കി വരും. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് പൈപ്പായി മാറും. ഇവിടെ നിങ്ങളുടെ അതായത് എത്ര മീറ്ററാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവിൽ ഇത് കട്ട് ചെയ്യും. ഏത് അളവിൽ വേണമെങ്കിലും ഇത് ഓട്ടോമാറ്റിക് ആണോ അതോ അല്ല ഇത് മാനുവലായിട്ട് സെറ്റ് ചെയ്യുന്നു? ഓട്ടോമാറ്റിക് അളവ് ഇപ്പൊ 5:30 കൊടുത്തിട്ടുണ്ട്. അപ്പൊ സോക്കറ്റിന് എക്സ്ട്രാ വരുന്നുണ്ട്. 5 മീറ്റർ പ്ലസ് ഇതാണ്. അപ്പൊ നമ്മുടെ അളവ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച് ഇതെന്താണ് ഇത് ഐസി പൈപ്പിൽ ലൈൻ ഇടാൻ വേണ്ടിട്ട് ലൈൻ ഇടുന്നതിന് വേണ്ടിട്ട്. അപ്പൊ ഈ ബ്രാൻഡിന്റെ നെയിം ഒക്കെ ആഡ് ചെയ്ത് വരുന്നത് ബ്രാൻഡ് നെയിം മാനുവലായിട്ടാണ് പ്രിന്റ് അടിക്കുന്നത്. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെന്താണ് ഇതെന്ത് പരിപാടി? ഇത് ഓൺലൈൻ സോക്കറ്റ് മെഷീനാണ്. ഇതിനകത്ത് ഓട്ടോമാറ്റിക് സോക്കറ്റ്. പണ്ടൊക്കെ സോക്കറ്റ് അടിക്കുമ്പോൾ നമ്മൾ മാനുവലി അവിടെ അതിലാ ചെയ്യുന്നത്. 1000 രൂപ. അപ്പൊ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എല്ലാം ഓട്ടോമാറ്റിക്കലി വരുവാണ്. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾ ഈ അവിടെ എന്താ പൈപ്പ് കട്ട് ചെയ്ത് സോക്കറ്റ് അടിച്ചിട്ടാണ്. നെയിം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചില്ല. ഒരു സോക്കറ്റ് അടിച്ച് വരുന്ന പൈപ്പെല്ലാം ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ നമ്മളിവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് നെയിം പ്രിന്റ് അടിക്കുന്നത്. അതിൽ ഡേറ്റ്, കമ്പനിയുടെ പേര്, ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ബാച്ച് നമ്പർ ഉണ്ടല്ലോ. അതെ, ബാച്ച് നമ്പറും എല്ലാം ഡീറ്റെയിൽ ആയിട്ട്. ഓ ഇതിലാണല്ലേ അടിക്കുന്നത്. ഇന്നത്തെ ഡേറ്റ് വരും 20/3. കമ്പനിയുടെ പേരും ആ ഡേറ്റ് ഇതിൽ നോക്കിയിട്ട് നമ്മളെ സിസ്റ്റം ഉണ്ടായി. ഇത് നമ്മൾ മഷി അപ്പൊ ഇങ്ങനെയാണ് ഒരു പൗഡറിൽ നിന്ന് ഒരു പൈപ്പ് ആയി മാറുന്നത്. ഒരു പൗഡറിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലോട്ടുള്ള ഒരു പൈപ്പായി മാറുന്നത്. പക്ഷെ ആരും പ്രതീക്ഷിക്കത്തില്ല എങ്ങനെ ഒരു പൗഡർ. ഈ മിക്ക കമ്പനികളുടെ ഫാക്ടറിക്ക് അകത്ത് കയറാൻ പറ്റാത്തത് കൊണ്ട് ആൾക്കാരൊന്നും ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ആൾക്കാർക്കും അറിയത്തില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു പൗഡറിൽ നിന്ന് നേരെ ഒരു പൈപ്പായി മാറുന്നത്. ഇതിപ്പം ചില കമ്പനികള് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഞാനൊരു ഇടയ്ക്കൊരു വിഷ്വൽ ഉണ്ടായിരുന്നു. ഈ പൈപ്പ് തന്നെ കൊണ്ടുപോയി പൊടിച്ചിട്ട് വീണ്ടും ഒരു പൈപ്പായി മാറ്റുന്നത്. അത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്നും അല്ല, ക്വാളിറ്റി അത്ര ഉണ്ടാവത്തില്ലല്ലേ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കുന്ന പൈപ്പ് എല്ലാം ഇങ്ങനെ ഓരോരോ അളവില്, ഈ അളവാണോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? ഈ അളവിൽ ഇങ്ങനെ ഓരോ അളവില്. നമുക്ക് ഇവിടെ പൈപ്പ് മാത്രമാണോ ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കാറുണ്ട്? ഫിറ്റിംഗ്സ് ഇവിടെ ഉണ്ടാക്കുന്നില്ല, അത് വരുന്നത്. അതെ, നമ്മുടെ വേറെ ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ കൊണ്ടുവരും. ഈ ബാൽക്കോട് തന്നെ വേറെ ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇവിടെ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ ഓരോരോ അളവ് പൈപ്പ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണല്ലോ. അതായത് ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഒരു ദിവസം മാക്സിമം എത്ര പൈപ്പ് വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ഒരു ദിവസം ഓരോ പൈപ്പ് സൈസ് പോലെയാണ്. എന്നാലും ഒരു ഏകദേശം ഒരു 100-200 പൈപ്പിനകത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം. 200 കൂടുതൽ 200 കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും.
ചില പൈപ്പൊക്കെ 20-25 ഒക്കെ ആണെങ്കിൽ 1000. നമ്മൾ ഈ പൈപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അതായത് ഈ ഹീറ്റിങ്ങിന്റെ പ്രശ്നമൊക്കെ വന്നിട്ട് പൈപ്പ് നമുക്ക് കംപ്ലൈന്റ് ആയി പോകാറുണ്ടല്ലോ. അത് പിന്നെ എന്തോ ചെയ്യും നിങ്ങൾ? അത് വീണ്ടും അത് വേസ്റ്റിലേക്ക് ഒഴിവാക്കത്തേ ഉള്ളൂ, ബേണിങ് കാര്യങ്ങളൊന്നും വന്നാൽ ഒഴിവാക്കത്തേ ഉള്ളൂ, അല്ലാതെ അത് വീണ്ടും യൂസ് ചെയ്യും. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗഡറിൽ നിന്ന് പൈപ്പായി മാറും. ഇതേപോലെ വലിയ വലിയ പൈപ്പുകളാവുന്ന എല്ലാ കമ്പനികളിലും ഇങ്ങനെ ആയിരിക്കും നടക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാ കമ്പനിയും ഒന്നും പെർമിഷൻ തരത്തില്ല അകത്ത് കയറി ഇതേപോലെ വീഡിയോ എടുക്കാൻ. അപ്പോൾ ഒരു ഫാക്ടറിക്ക് അകത്ത് കാണാൻ പറ്റുന്നത് തന്നെ ഇങ്ങനെ ഒരു എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പൈപ്പ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്ലാസ്റ്റിക് ഉരുക്കി ഇങ്ങനെ ആയിരിക്കും പൈപ്പ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ സങ്കല്പിച്ച് വെച്ചതാണ്. അപ്പൊ ഇതൊരു പൗഡറിൽ നിന്നാണ് ഇങ്ങനെ ഒരു പൈപ്പായി മാറുന്നതെന്ന് ഈ ഫാക്ടറിക്കകത്ത് മനസ്സിലായത്. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ വീഡിയോ കാണുന്ന എത്രയോ പേര്, ഒരുപാട് പേര് ഇത് കണ്ടിട്ടില്ലായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന വ്യക്തി ആൾക്കാർ, പ്ലംബർമാർക്ക് പോലും ശരിക്കും അറിയത്തില്ലായിരിക്കും എങ്ങനെയാണ് പൈപ്പ് ഉണ്ടാകുന്നത്. അപ്പം വളരെ സന്തോഷം നമ്മുടെ കൂടെ കുറച്ച് ടൈം തന്നതിന്, താങ്ക്സ്. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ വീണ്ടും കാണാം. നമുക്ക് ഇനിയും വരാൻ പറ്റട്ടെ ഈ കമ്പനിയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.